നമസ്കാരം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരടായ ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാൻ ഒരിക്കലും അമേരിക്കൻ ശരിക്ക് കഴിയില്ല എന്ന് പറയുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് ഈ മൂന്ന് സായുധ ഗ്രൂപ്പുകളെയും നയിക്കുന്നത് ഇറാൻ ആയതുകൊണ്ടാണ്. ഈ ഒറ്റ കാരണം മുൻനിർത്തിയാണ് ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കണം എന്ന ആവശ്യം പുതിയ അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിലും ഇസ്രായേൽ ഭരണകൂടം അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ചു നാള് മുൻപ് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന രൂപത്തിൽ വൻ തയ്യാറെടുപ്പോടെ ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കാര്യമായ ഒരു നാശനഷ്ടവും ഉണ്ടാക്കാൻ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സാധിച്ചിരുന്നില്ല. ഇറാഖിലെ അമേരിക്കൻ വ്യോമ അതിർത്തിയിൽ നിന്നുകൊണ്ട് നടത്തിയ ആ ആക്രമണത്തോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ മാധ്യമങ്ങൾക്ക് തന്നെ പറഞ്ഞത് വിഴുങ്ങേണ്ടിയും വന്നിരുന്നു. ഇറാന്റെ വ്യോമ മേഖലയിൽ പോലും പ്രവേശിക്കാൻ ഇസ്രായേൽ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരേ സമയം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും അമേരിക്കയെയും ഇസ്രായേലിനെയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ സൈനിക ഭൂഗർഭ താവളമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് തുറന്നു കാട്ടിയിരിക്കുന്നത്. മിസൈൽ നഗരം എന്ന് വിളിക്കപ്പെടുന്ന പുതിയ ഭൂഗർഭ താവളത്തിൽ ട്രക്കുകളിൽ ഘടിപ്പിച്ച ഡസൻ കണക്കിന് മിസൈൽ ലോഞ്ചറുകൾ ഉള്ളതായാണ് ഫെബ്രുവരി 1 ഇറാൻ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയും നേവൽ ഫോഴ്സ് ചീഫ് റിയർ അഡ്മിറലായ അലി റേസ താങ്സീരിയും ചേർന്ന് മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖല പരിശോധിക്കുന്നതാണ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഇറാന്റെ വൻ പ്രഹരശേഷിയുള്ള ക്രൂസ് മിസൈലുകളുടെ ആസ്ഥാനമാണ് ഈ താവളം എന്നാണ് താങ്സീരി വീഡിയോയിൽ പറയുന്നത്. ഈ മിസൈലുകൾക്ക് 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് എന്നും ഇലക്ട്രോണിക് യുദ്ധത്തെ ചെറുക്കുന്നതിനുള്ള ആന്റി ജാമിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ഇറാനിയൻ വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇറാനിലെ 3ാമത്തെ താവളമാണ് ഇതെന്നും INA റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ജനുവരി പകുതിയോടെ പേർഷ്യൻ തീരപ്രദേശത്ത് ഇറാൻ നാവികസേന മറ്റൊരു ഭൂഗർഭ കപ്പൽ വിരുദ്ധ മിസൈൽ ബേസ് അനാച്ഛാദനം ചെയ്തിരുന്നു. ഇതിനു പുറമെ സമാനമായ ഒരു ഭൂഗർഭ താവളം കഴിഞ്ഞ ജനുവരി 10 ഇറാൻ എയർഫോഴ്സ് വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെയൊക്കെ കൃത്യമായ സ്ഥാനം എവിടെയെന്ന് ഇതുവരെയും ഇറാൻ പുറത്തു വിട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് വെളിപ്പെടുത്താനും പോകുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം. അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ എതിരാളികൾക്കെതിരായ പ്രതിരോധമായി മാത്രമല്ല, ആവശ്യമെങ്കിൽ ആക്രമിക്കാനും കൂടിയാണ് ഇറാൻ തങ്ങളുടെ ആയുധ സംഭരണ ശേഷി കുറച്ചുകൂടി വിപുലമാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നെതന്യാഹുവും ട്രംപും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നതും ഇറാനെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ ശക്തികളെ ഇപ്പോൾ ഇറാൻ നയിക്കുന്നത് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും.